നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി BBC ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ ആവേശകരമായ സ്വീകരണം. ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി തഹസീൽദാർ നടപ്പിലാക്കാത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുന്നതായി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ. മുട്ടത്ത് വൻ വ്യാജ തോക്കുവേട്ട. പണി പൂർത്തിയാക്കിയ 2 തോക്കുകളും നിരവധി തോക്കുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികളും പിടിച്ചെടുത്തു. ടച്ച് വെട്ടൻ എന്ന പേരിൽ KSEBയുടെ അതിക്രമം. മുട്ടത്ത് 300ഓളം കപ്പച്ചുവടുകളും റബ്ബറുകളും ബോർഡ് അധികൃതർ വെട്ടിനിരത്തി. കഞ്ഞിക്കുഴി മൈലപ്പുഴ സെന്റ് ജോർജ് പള്ളിയുടെ കുരിശടിയുടെ 1ാമത് തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണവും പാച്ചോ നേർച്ചയും നടന്നു. കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ പ്രവർത്തക സമ്മേളനം മെയ് 16, 17 തീയതികളിൽ കട്ടപ്പനയിൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടക്കുന്ന പുസ്തകോത്സവം തുടരുന്നു. രാജാക്കാട് വീതി കലാ സാംസ്കാരിക വേദിയുടെ പുസ്തകം രാജവീതികളിൽ അറിയാതെ പോയത് പ്രകാശനം ചെയ്തു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴയിലെത്തിയ KPCC പ്രസിഡന്റിനെ മന്ത്രി PJ ജോസഫ് മാലയിട്ട് സ്വീകരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് ജില്ലാ ഭാരവാഹികൾ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, ജനറൽ സെക്രട്ടറി MS മുഹമ്മദ്, കേരള കോൺഗ്രസ് നേതാക്കളായ പ്രൊഫസർ MJ ജേക്കബ് തുടങ്ങിയവർ പ്രസിഡന്റിനെ സ്വീകരിച്ചു. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് രമേശ് ചെന്നിത്തല നടത്തുന്ന ഈ ജാഥ തൊടുപുഴയിലെത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ, അഭിവാദ്യം അർപ്പിക്കാനായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ സമഗ്ര വികസനം അത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ജാഥ നയിക്കുന്നത്. ഒട്ടേറെ മേഖലകളിൽ നാം മുന്നേറേണ്ടതായിട്ടുണ്ട്. കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, വ്യാപാര മേഖലയിൽ എല്ലാം നാം മുന്നേറേണ്ടതായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം കഴിയുന്ന വിഭവങ്ങൾ കേരളത്തിലുണ്ട്. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള യാത്ര ഉയർത്തുന്ന കാലിക പ്രാധാന്യം അർഹിക്കുന്ന മുദ്രാവാക്യം കൊണ്ടാണ് ഈ ജാഥയിൽ ഇത്രയും അധികം ആളുകൾ പങ്കുചേരുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്ന് അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു ജാഥയ്ക്കുമില്ലാത്ത ജനകീയ പിന്തുണ അതുകൊണ്ടാണ് ഇത് ലഭിക്കുന്നത്. മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാരും യാത്രകൾ ആരംഭിക്കുന്ന രാവിലെ ആ നാട്ടിലെ പ്രമാണിമാരായ ബിസിനസ്സുകാരുമായി ചർച്ചകൾ നടത്തുകയും പ്രഭാത ഭക്ഷണം നടത്തുകയും ചെയ്തിട്ടാണെങ്കിൽ കേരള യാത്ര ആരംഭിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ, പാർട്ടിക്ക് വേണ്ടി ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട പാർട്ടി പ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ ആദരിച്ചുകൊണ്ടാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിച്ചുകൊണ്ടാണ്. നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം ഒരു പുതിയ കേരളം നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്റെ മുന്നിൽ തടിച്ചുകൊണ്ട് നിൽക്കുന്ന കേരള യാത്ര ആർക്കും എതിരല്ലെന്നും കേരളത്തിന്റെ നന്മയ്ക്കാണെന്നും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു.
തൊടുപുഴയിൽ കേരള യാത്രയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ ഈ ജാഥ ആർക്കും എതിരില്ല. ഈ ജാഥ കേരളത്തിന്റെ പരിഷ്കരണത്തിനും കേരളത്തിന്റെ നന്മയ്ക്കും കേരളത്തിൽ വരാൻ പോകുന്ന ഒരു ജനസമൂഹത്തിന്റെ മുന്നേറ്റത്തിനും ആവശ്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഉറക്കെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേരള ജനസമൂഹം ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാതലായ മാറ്റം ഉണ്ടാകണം. UDF സർക്കാരിനെതിരെ CPM നടത്തിയ സമരങ്ങളെല്ലാം പരാജയപ്പെട്ടുവെന്ന് അവർ തന്നെ വിലയിരുത്തിയത് പ്രതിപക്ഷ സമരങ്ങളെ ജനം തള്ളിക്കളഞ്ഞു എന്നതിന്റെ തെളിവാണെന്ന് ബെന്നി ബെഹ്നാൻ MLA പറഞ്ഞു. തൊടുപുഴയിൽ കേരള യാത്രയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട് 24,000 കോടി രൂപയാണ് അവരുടെ വരുമാനം IT മേഖലയിൽ നിന്നും. നമ്മുടെ സംസ്ഥാനമായ കർണാടകത്തിൽ 20,000 കോടി രൂപ, നമ്മുടെ സംസ്ഥാനമായ ആന്ധ്രയിൽ 11,000 കോടി രൂപ, കേരളത്തിലോ 800 കോടി രൂപ. ആരാണ് അവിടെ 20,000 കോടി ഉണ്ടാക്കുന്നത്? ആരാണ് അവിടെ 25,000 കോടി ഉണ്ടാക്കുന്നത്? ആരാണ് അവിടെ 12,000 കോടി ഉണ്ടാക്കുന്നത്? KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ നടന്ന സ്വീകരണത്തിന് മുന്നോടിയായി പ്രസംഗിച്ച NSU ജനറൽ സെക്രട്ടറി കമറുന്നിസ തന്റെ പ്രസംഗത്തിലൂടെ കാണികളെ കയ്യിലെടുത്തു. സമ്മേളന വേദിയായ മുനിസിപ്പൽ മൈതാനിയിൽ വൈകിട്ട് 6 മണിയോടെ സമ്മേളനം ആരംഭിച്ചു. ജില്ലാ നേതാക്കൾ പ്രസംഗം തുടങ്ങിയ ശേഷമാണ് തീപ്പൊരി പ്രാസംഗികയായ NSU ജനറൽ സെക്രട്ടറി കമറുന്നിസ എത്തിയത്. കോൺഗ്രസിന്റെ മതേതരത്വത്തിന്റെ മഹനീയ മാതൃക അക്കമിട്ട് പ്രസംഗിച്ച കമറുന്നിസയുടെ പ്രസംഗം കാണികൾ നിറഞ്ഞ കയ്യടിയോടെയാണ് വരവേറ്റത്. കർക്കിടക മാസത്തിൽ പോലും കേരളത്തിലെ പാവപ്പെട്ടവന്റെ അത്താഴ തലത്തിലേക്ക് 1 രൂപ നിരക്കിൽ 25 കിലോ അരി വീതം ചൊരിഞ്ഞിട്ട് നൽകുന്ന വിപ്ലവകരമായ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ ഗവൺമെന്റ്, ഇന്ന് കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, അപേക്ഷിച്ച് 24 മണിക്കൂറിനുള്ളിൽ റേഷൻ കാർഡ് നൽകാൻ തീരുമാനമെടുത്ത ഗവൺമെന്റാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. കാസർകോട്ടെ 486ഓളം വരുന്ന എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം സഹായധനം നൽകാൻ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനമെടുത്തു. നമുക്ക് ഓർമ്മയുണ്ട്, എൻഡോസൾഫാൻ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ കർണാടക തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൊടുപുഴയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. തൊടുപുഴ റെസ്റ്റ് ഹൗസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് DCC സെക്രട്ടറി KV സിദ്ധാർത്ഥൻ, ജിയോ മാത്യു, നിയാസ് കൂനപ്പള്ളി, ജാഫർ ഖാൻ മുഹമ്മദ്, KG സച്ചിമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തെക്കേ ഇന്ത്യ പിടിച്ചടക്കിയതുപോലെ ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കുമെന്നുള്ള ഹുങ്കുമായി വർഗീയതയും വിഷവിത്തുകൾ വിതറിക്കൊണ്ട് മോഡിയുടെ രംഗത്തിറക്കി ഇന്ത്യ മുഴുവൻ പിടിക്കുമെന്നുള്ള ധിക്കാരത്തോടുകൂടി ഇലക്ഷൻ നേരിട്ട കർണാടകത്തിൽ തിളക്കമാർന്ന വിജയത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. 8-9 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനം അവിടെ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി തഹസീൽദാർ നടപ്പിലാക്കാത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന്റെ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റൈൽ ഷോറൂമിനോട് അനുബന്ധിച്ചുള്ള കെട്ടിടമുറിയുടെ മുൻവശത്തുള്ള സിവിൽ സ്റ്റേഷന്റെ മതിൽ പൊളിച്ച് നീക്കണമെന്ന കേരള ഹൈക്കോടതിയുടെ വിധി തഹസീൽദാർ നടപ്പിലാക്കിയില്ലെന്നാണ് അസോസിയേഷന്റെ ആരോപണം. തൊടുപുഴ സിവിൽ സ്റ്റേഷന്റെ ഭാഗത്തായിട്ട് മഡോണ ടെക്സ്റ്റൈൽസിന്റെ വശത്തുണ്ടായിരുന്ന ഒരു മതിൽ അന്ന് പൊളിക്കുകയുണ്ടായി. സാമാന്യ നീതിക്ക് നിരക്കാത്ത രീതിയിൽ ഉള്ള ഒരു പൊളിച്ചു നീക്കലാണ് അന്ന് അവിടെ നടന്നത്. പറയുന്ന നിവേദനങ്ങളോ ആവലാതികളോ ആക്ഷേപങ്ങളോ ഒന്നും ചെവിക്കൊള്ളാതെ അന്നത് പൊളിച്ചു നീക്കി. അവർ പണിതിട്ടുള്ള പുതിയ മതിൽ പൊളിച്ചു നീക്കുവാനായി 3 ദിവസത്തിനകം പൊളിച്ചു നീക്കുവാനായി കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഈ ഉത്തരവ് ലഭിച്ച് ഈ ഉത്തരവിൻ്റെ കോപ്പി ലഭിച്ച് 3 ദിവസത്തിനകം പൊളിച്ചു നീക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പെറ്റീഷണർ ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു പെറ്റീഷൻ കൊടുത്തിട്ടുള്ള വ്യക്തിക്ക് ആ മുറിയിലേക്ക് കടക്കുവാനായി സ്റ്റെപ്പ് നിർമ്മിക്കാവുന്നതുമാണ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം ഈ ഉത്തരവ് നടപ്പാക്കാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനകത്ത് നിന്ന് മനസ്സിലായി തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്നു. അധ്യയന നിലവാരത്തിൽ എന്നും മുന്നിലായിരുന്നുവെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ സ്കൂൾ വളരെ പിന്നിലായിട്ട് നാളുകളായിരുന്നു. തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നഷ്ടപ്രതാപങ്ങൾ വീണ്ടെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ഫലപ്രാപ്തിയിലേക്ക്.
നഗരസഭാ കൗൺസിലർ കൂടിയായ PTA പ്രസിഡന്റ് ആർ ഹരിയുടെ നേതൃത്വത്തിൽ വാർഡ് കൗൺസിലർ ഷീജ ജെയിനും PTA കമ്മിറ്റി അംഗങ്ങളും അധ്യാപകരും നടത്തുന്ന കൂട്ടായ പരിശ്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. അധ്യയന നിലവാരത്തിൽ എന്നും മുന്നിലായിരുന്ന പഴയ ഗേൾസ് സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പിന്നിലായിട്ട് നാളുകളേറെയായി. മുട്ടത്ത് വൻ വ്യാജ തോക്കുവേട്ട. പണി പൂർത്തിയാക്കിയ 2 തോക്കുകളും നിരവധി തോക്കുകൾ നിർമ്മിക്കാനാവശ്യമായ സാമഗ്രികളും പിടിച്ചെടുത്തു. മുട്ടം ടൗണിലെ സൂര്യൽ മെറ്റൽസിലാണ് ചൊവ്വാഴ്ച റെയ്ഡ് നടന്നത്. കടയുടമ മുട്ടം ഒറ്റപ്പനാൽ രാജനെ പിടികൂടാനായില്ല. തോക്ക് നന്നാക്കാൻ ആവശ്യമായ ലൈസൻസ് മാത്രമുള്ള ഇയാൾ ഇതിന്റെ മറവിൽ വൻ പ്രഹരശേഷിയുള്ള എയർഗൺ ഇനത്തിൽപ്പെട്ട തോക്കുകളാണ് നിർമ്മിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ രഹസ്യമായൊരു ഫോൺ സന്ദേശം കിട്ടി. അതനുസരിച്ച് ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോൾ ഞാനും വേറെ പോലീസുകാർക്ക് കൂടി അവിടെ ചെന്ന് നോക്കിയപ്പോൾ സംഗതി ഇവിടെ ഇങ്ങനെ ഇത് പറയുന്ന സാധനങ്ങളൊക്കെ കണ്ടു. 2 തോക്കുണ്ടായിരുന്നു, ബാരൽ, സ്പ്രിങ്, അതിലുപയോഗിക്കുന്ന സ്പ്രിങ്, അങ്ങനെ ബട്ട്, അങ്ങനെ സാധനങ്ങളുണ്ടായിരുന്നു. ഒരാൾ മാസപ്രകാരം ബന്ധോസിലെടുത്തു, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹജ്ജ് 2013 സാങ്കേതിക പരിശീലന ക്ലാസ് തൊടുപുഴ ഞാനാരുപള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ കോർഡിനേറ്റർ B. മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. അല്ലാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ മബ്റൂറായ ഹജ്ജും മഖ്ബൂലായ ഉംറയും മർദിയായ സിയാറത്തും ബഹുമാനികളെ, അല്ലാഹു തആല ഒരു മനുഷ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മുഅ്മിനിന് അല്ലാഹു വെച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഹജ്ജ് ഉംറ. മറ്റു അമലുകളൊക്കെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. 5 വഖ്ത് നമസ്കാരം നിർവഹിക്കുന്നു, അതുപോലെ തന്നെ റമദാനായ നോമ്പ് പിടിക്കുന്നു, കഴിവുള്ളവർ സക്കാത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ്. ഫാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ ഹജ്ജും ഉംറയും അല്ലാഹുവിന് വേണ്ടി ചെയ്യുക. വേറെ ഒരു കാര്യലാഭം അതിന്റെ പിന്നിൽ ഉദ്ദേശിക്കാതിരിക്കുക. പരിശുദ്ധ ഖുർആൻ. ഹജ്ജിന് പോകുന്നവർക്ക് പല ഉദ്ദേശങ്ങളാണ്, ഉംറയ്ക്ക് പോകുന്നവർക്കും പല ഉദ്ദേശങ്ങളാണ്. ടച്ചിൻ വെട്ടാണെന്ന പേരിൽ KSEB അധികൃതർ കൃഷിയിടങ്ങൾ വെട്ടി നശിപ്പിച്ചതായി പരാതി. മുട്ടം ചള്ളവയലിൽ പാട്ടത്തിനെടുത്ത് കപ്പ കൃഷി ചെയ്യുന്ന കരിമണൂർ കുറുമ്പാലമറ്റം സ്വദേശി പ്രസാദിന്റെ കൃഷിയാണ് KSEB അധികൃതർ വെട്ടിമാറ്റിയത്. കപ്പ വെട്ടിക്കളഞ്ഞതിനെ കുറിച്ച് KSEB അധികൃതരോട് പരാതിപ്പെട്ടപ്പോൾ തങ്ങൾക്ക് മുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഇങ്ങനെയാണെന്നും പരാതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കാനുമാണ് പറഞ്ഞതെന്ന് പ്രസാദ് പറഞ്ഞു. മുകളിലൂടെ ടവർ ലൈൻ കടന്നു പോകുന്നുണ്ടെന്ന കാരണം പറഞ്ഞാണ് അധികൃതർ കൃഷി വെട്ടി നശിപ്പിച്ചത്. 300ഓളം കപ്പച്ചൂടുകളും റബ്ബറുമാണ് ബോർഡുകാർ വെട്ടി നിരത്തിയത്. ഏകദേശം 20,000-ഓളം രൂപ നഷ്ടമുണ്ടായതായി പ്രസാദ് പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ വരുന്നതാണ്. ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും KSEBക്കാർ വന്ന് ഇവിടെ മുഴുവൻ കപ്പയുടെ മുകളിലേക്ക് റബ്ബർ വെട്ടി അരിഞ്ഞിട്ടേക്കുവാണ്. അപ്പോൾ എൻ്റെ 10-200 കപ്പ മുകളിൽ എനിക്ക് പോയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇത്രയും ചെയ്തതിന് JCB ഇളക്കിയതിനും ആൾക്കാർ പണിതതിനും എല്ലാം കൂടി എനിക്കൊരു 10-20,000 രൂപ മുകളിൽ എനിക്ക് മുടക്കുണ്ട്. അതിനകത്ത് KSEBക്കാർ വന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇത് എന്ത് മര്യാദയെ കാണിക്കണം, എങ്ങനെയാണോ ടച്ച് വെട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് മുകളിൽ നിന്നുള്ള ഓർഡറാണ്, അവരുടെ ഇഷ്ടം പോലെ ചെയ്യും, നിങ്ങൾക്ക് പരാതി കൊടുക്കാമെങ്കിൽ നിങ്ങൾ പരാതി കൊടുത്തോളാനാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും മിണ്ടില്ല. അവിടെ എന്നെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾക്ക് ഗൾഫ് മലയാളികൾ ചേർന്ന് രൂപം കൊടുത്ത ഷെയർ ആൻഡ് കെയർ ഫൗണ്ടേഷന്റെ തൊമ്മക്കുത്തിലുള്ള ഷെയർ ഹോമിലെ പുതിയ ഭാഷ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും യോഗം ചേർന്നു. ഡയറക്ടർ ഫാദർ ബിനോയ് പാലക്കുഴ CMI, ട്രസ്റ്റി എലിസബത്ത് ജോസ് വണ്ടമറ്റം എന്നിവർ പ്രസംഗിച്ചു. പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. CMI വൈദികരാണ് നേതൃത്വം നൽകി വരുന്നത്. പല രീതിയിൽ നിന്ന് വ്യക്തികൾ മുഖേനയോ പള്ളികൾ മുഖേനയോ ഒക്കെ ആയിട്ട് ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി എൻട്രൻസ് പരീക്ഷ എഴുതി, പരീക്ഷയിൽ വിജയിച്ചു. അതിനുശേഷം ഇൻ്റർവ്യൂ നടത്തപ്പെട്ടു. നിങ്ങളുടെ എല്ലാവരുടെ വീടുകളൊക്കെ സന്ദർശിച്ച് നിങ്ങളുടെ ജീവിത നിലവാരവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവസാനം 100 പേര് എഴുതിയതിൽ നിന്ന് 37 പേർക്കാണ് ഇവിടെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും അഡ്മിഷൻ ലഭിച്ചവർ ഭാഗ്യവാന്മാരാണ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. കഞ്ഞിക്കുഴി മൈലപ്പുഴ സെന്റ് ജോർജ് പള്ളിയുടെ കുരിശടിയുടെ 1ാമത് തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണവും പാശവും നേർച്ചയും നടന്നു. ഈശോയുടെ വചനങ്ങൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവൻ ആദ്യം മുതലേ നുണ പറയുന്നവരുടെ പിതാവുമാണ് എന്ന്. സാത്താനെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി പറയുന്നതാണ്, അവൻ ആദ്യം മുതലേ നുണ പറയുന്നവരുടെ പിതാവുമാണ് എന്ന് സാത്താനെ കുറിച്ച് പറയുന്നു. അവൻ ഒരു നാവ് കൊണ്ട് സത്യം പറഞ്ഞാൽ മോഹിപ്പിക്കുന്ന വാക്കുകൾ അവൻ പറയും, അതേസമയം തന്നെ തിന്മയിലേക്ക് നയിക്കുന്ന വാക്കുകൾ പറയുവാൻ കൂടി അവൻ കഴിയും.
ഇരട്ട നാവ് ഉള്ള ഈ സർപ്പത്തെ തിന്മയുടെ പ്രതീകമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ ആവേശകരമായ സ്വീകരണം. ചുറ്റുമുതൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി തഹസീൽദാർ നടപ്പിലാക്കാത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുന്നതായി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ. മുട്ടത്ത് വൻ വ്യാജ തോക്കുവേട്ട. പണി പൂർത്തിയാക്കിയ 2 തോക്കുകളും നിരവധി തോക്കുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികളും പിടിച്ചെടുത്തു. ടച്ച് വെട്ടൻ എന്ന പേരിൽ KSEBയുടെ അതിക്രമം. മുട്ടത്ത് 300ഓളം കപ്പച്ചുവടുകളും റബ്ബറുകളും ബോർഡ് അധികൃതർ വെട്ടിനിരത്തി. കഞ്ഞിക്കുഴി മൈലപ്പുഴ സെന്റ് ജോർജ് പള്ളിയുടെ കുരിശടിയുടെ 1ാമത് തിരുനാൾ ആഘോഷിച്ചു. തിരുനാളോടനുബന്ധിച്ച് പ്രദക്ഷിണവും പാശോ നേർച്ചയും നടന്നു. കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ പ്രവർത്തക സമ്മേളനം മെയ് 16, 17 തീയതികളിൽ കട്ടപ്പനയിൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടക്കുന്ന പുസ്തകോത്സവം തുടരുന്നു. രാജാക്കാട് വീതി കലാ സാംസ്കാരിക വേദിയുടെ പുസ്തകം രാജവീതികളിൽ അറിയാതെ പോയത് പ്രകാശനം ചെയ്തു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.